ഇപ്പോൾ ഞാൻ പറയാൻ പോണത് പാരൻറ്റ് ചിൽഡ്രൻ ബോണ്ടിങ് ഇഷ്യൂസിനെ കുറിച്ചാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും ഫ്രഷ് ആയിട്ടുള്ള പാരൻസിനും അത്യാവശ്യം ടീനേജേഴ്സിൻ്റെ പാരൻസിനും സംഭവിക്കുന്ന ചെറിയ കറക്ഷൻസൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല രീതിക്ക് കൊണ്ടുപോകാം. അതെന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഒരു കുട്ടി അച്ഛനിൽ നിന്നോ അമ്മയിൽ നിന്നോ അല്ലെങ്കിൽ പാരൻസിൽ നിന്നോ അകലുകയാണെന്നുണ്ടെങ്കിൽ അതിലുള്ള ജനറൽ റീസൺസ് ആട്ടോ പറയണത്. ആദ്യത്തെ ഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടി ഒന്നില്ലെങ്കിൽ പേടിക്കുന്നുണ്ടാവും, ഒന്നില്ലെങ്കിൽ അച്ഛനും അമ്മേനെ ഉപദ്രവിക്കുന്നത്, അല്ലെങ്കിൽ അമ്മ എന്നും അച്ഛനെക്കുറിച്ച് കുറ്റം പറയണത്, ഇങ്ങനത്തെ എന്തെങ്കിലും ഇഷ്യൂസ് പേഴ്സണലായിട്ട് നടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് പ്രത്യേകിച്ചും കുട്ടികളെ അഫക്റ്റ് ചെയ്യും. അത് നിങ്ങളിൽ നിന്നും അവരെ ഡീറ്റാച്ച് ചെയ്യും. രണ്ടാമത്തെ ഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഓവർ കൺട്രോൾഡ് ആയിരിക്കും. ഇത് അത് കറക്റ്റായിട്ട് ചെയ്യുക. സ്ട്രിക്റ്റ് പാരൻസും ആയിരിക്കും, അതേസമയത്ത് ഓവർ പ്രൊട്ടക്റ്റീവ് ആയിരിക്കും. അപ്പോൾ കുട്ടികൾക്ക് സ്വാഭാവികമായിട്ട് അവർ വളരും തോറും നിങ്ങളിൽ നിന്നും ഒരു അകൽച്ച ഉറപ്പായിട്ടും ഉണ്ടാവും. മൂന്നാമത്തേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ഇങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒച്ചയെടുക്കുമ്പോൾ കുട്ടി അത് ശ്രദ്ധിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതവർക്ക് നമ്മളെന്ത് സ്പോഞ്ചി എഫക്റ്റ് എന്ന് പറയും. അതായത് കുട്ടി അങ്ങനെ അത് അബ്സോർബ് ചെയ്യും, എന്നിട്ട് അത് മറ്റുള്ള കുട്ടികളിലേക്ക് കാണിക്കുകയോ അല്ലെങ്കിൽ മുതിർന്ന ആൾക്കാരോട് തന്നെ തിരിച്ച് സംസാരിക്കുകയും ചെയ്യും. കുട്ടി എന്താ അവിടെ വിചാരിക്കുക എന്ന് പറഞ്ഞാൽ അവർ കേൾക്കുന്നത് ഒരാളുടെ ടോൺ കൂടുതലാണ്. അപ്പോൾ ഒരാൾ ടോൺ കൂട്ടിയെടുത്തപ്പോൾ അടുത്ത ആൾ സൈലൻ്റ് ആവണം. ആ ഒരു മൈൻഡ് സെറ്റ് കുട്ടികളിലേക്ക് എളുപ്പം കിട്ടുക. അപ്പോൾ അത് അവരുടെ ബ്രെയിൻ ഫങ്ഷനിൽ ആക്റ്റ് ആകുമ്പോൾ അവർ തിരിച്ച് അത് തന്നെയായിരിക്കും ചെയ്യേണ്ടാവും. അത് അവരുടെ പിയർ ഗ്രൂപ്പ് ഉള്ള കുട്ടികളോടാവാം, അല്ലെങ്കിൽ അത് തിരിച്ച് നമ്മുടെ പാരൻസിനോട് തന്നെ ആവും. ഇന്നത്തെ കാലഘട്ടത്തിൽ പാരൻസിൻ്റെ അടുത്ത് തന്നെ പറയും. ആങ്കർ ഇഷ്യൂസ് നമ്മൾ സോൾവ് ചെയ്യണമെങ്കിൽ അതിന് നമ്മളാദ്യം കാമായിരിക്കണം. ഇറ്റ് ഡിപ്പെൻസ് ഓൺ ദ സിറ്റുവേഷൻ. നമ്മൾ ഏതൊക്കെ സിറ്റുവേഷൻ, ഇപ്പോൾ കുട്ടി എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടാ അല്ലെങ്കിൽ നമ്മൾ ഓൾറെഡി ഒരു ബാഡ് മൂഡിൽ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് എന്തെങ്കിലും കുരുത്തക്കേട് കാണിക്കുകയാണെങ്കിൽ കഴിയാവുന്നതും നമ്മൾ അതിനൊരു ചേഞ്ച് കൊണ്ടുവരണം. നമ്മൾ കാമായിട്ടിരിക്കുക, അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ അവർ കണ്ടുപിടിക്കുമ്പോൾ അവരുടെ ആങ്കർ ഇഷ്യൂസ് അവർ തന്നെ സോൾവ് ചെയ്യാൻ അവർ കാമാവും. അപ്പം അത് സോൾവ് ചെയ്യണ ഏക സൊല്യൂഷൻ കാം ഡൗൺ ആണ്. പിന്നെ ബേസ്ഡ് ഓൺ ദ സിറ്റുവേഷൻ യു ക്യാൻ ആക്ട്. ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു.